കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2023 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 23ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ കമ്പനി ക്യാരിഡ് ഫോർവേഡ് എ ബാലൻസ് ഓഫ് ₹40,000 ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019. During the year 2019-20 made a further profit of ₹3,10,000 before providing taxation. It was decided that the following decisions may be carried out. Provision for taxation ₹1,50,000, dividend equalization reserve ₹25,000, dividend on 8% preference shares of ₹2 lakh, dividend at 15% on 30,000 equity shares of ₹10 each fully paid, general reserve ₹35,000, development rebate reserve ₹35,000. show the changes in surplus in statement of profit and loss എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? 3,10,000 ആണ്. ഇത് തന്നിരിക്കുന്നത് ബിഫോർ പ്രൊവൈഡിങ് ടാക്സേഷൻ ആണ്. ഇതിനെ നമ്മൾ ആഫ്റ്റർ പ്രൊവൈഡിങ് ടാക്സേഷൻ ആക്കി മാറ്റുന്നു. അതായത് 3,10,000 നിന്നും ടാക്സിനെ മൈനസ് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്രയാണ്? 1,50,000 ആണ്. ആ 1,50,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,60,000 കിട്ടും. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ. ഓക്കെ, 3,10,000 നിന്നും എന്തിനാ മൈനസ് ചെയ്തു? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 1,50,000 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 1,60,000 കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ, അതിൻ്റെ ഡിവിഡൻഡ് കാൽക്കുലേഷനാണ്. ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർ തന്നത് എത്രയാണ്? പ്രിഫറൻസ് ഷെയർ തന്നിരിക്കുന്നത് 2 lakh ആണ്. 2 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 8% ആണ് പറഞ്ഞത്. ആ 8% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 16,000 കിട്ടും. ഇതേപോലെ ഇക്വിറ്റി ഡിവിഡൻഡ് കാണുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡിവിഡൻഡ് അറ്റ് 15% ഓൺ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ആണ്. അപ്പോൾ 30,000 ഇൻറ്റു 10 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 lakh ആണ്. അപ്പോൾ 3 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പറയുന്നത്? 15% ആണ് പറയുന്നത്. അപ്പോൾ 3 lakh ഇൻറ്റു 15% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 45,000 ആണ് കിട്ടുന്നത്. ഇനി ഇതിന് ടോട്ടൽ ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈ 16,000 പ്ലസ് 45,000 ഇതിനെ രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 61,000 എന്ന എമൗണ്ട് കിട്ടും. അതായത് ടോട്ടൽ ഡിവിഡൻഡ്. ഈ തന്നിരിക്കുന്നത് ടോട്ടൽ ഡിവിഡൻഡ് ആണ്. ഇതിൻ്റെ ഗ്രോസ് ഡിവിഡൻഡിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഗ്രോസ് ഡിവിഡൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 61,000 ഇൻറ്റു 100/85 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ഡിവിഡൻഡ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ 85 എന്ന് പറയുന്നത് എന്താണ്? 100ൽ നിന്നും ഈ 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ 85 കിട്ടുന്നത്. ഓക്കെ, അതായത് 61,000 ഇൻറ്റു 100/85 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 71,765 എന്ന് കിട്ടും. ഓക്കെ, ഈ 71,765ൻ്റെ CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൂടെ കണ്ടെത്തുന്നു. 17.472%. 17.472% കണ്ടു കഴിഞ്ഞാൽ 12,539. ഈ പെർസെൻറ്റേജിൽ CDTയിൽ മാറ്റങ്ങളുണ്ടാകും ഓരോ സമയത്തും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തെ CDT വെച്ച് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ CDT ഇവിടെ 71,765ൻ്റെ 17.472% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 12,539 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചില വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്നു. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ കാണുന്നു, പ്രിഫറൻസ് ഡിവിഡൻഡ് കാണുന്നു, ഇക്വിറ്റി ഡിവിഡൻഡ് കാണുന്നു. ദെൻ അതിനുശേഷം ടോട്ടൽ ഡിവിഡൻഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഗ്രോസ് ഡിവിഡൻഡ് കാണുന്നു, CDT കണ്ടുവെക്കുന്നു. ഓക്കെ,
ദെൻ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. അതായത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അറ്റ് ദി ബിഗിനിങ് കാണിക്കുന്നു. നമ്മുടെ ക്വസ്റ്റനിൽ ബാലൻസ് അറ്റ് ദി ബിഗിനിങ്, അതായത് ഇവിടെ കമ്പനി ക്യാരിഡ് ഫോർവേഡ് ബാലൻസ് ഓഫ് റുപ്പീസ് 40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. 40,000, ഈ 40,000 ആണ് ഈ ബിഗിനിങ് വരുന്നത്. അതിനെ നമ്മൾ ബിഗിനിങ് എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് 40,000 കാണിക്കുന്നു. ഓക്കെ, 40,000 ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ദെൻ അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആഡ് ചെയ്യുന്നു. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1,60,000 ആണ്. അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 2 lakh എന്ന് കിട്ടും. ഈ 2 lakhൽ നിന്നും ചില അപ്രോപ്രിയേഷൻസ് ചെയ്യുന്നു. അതായത് ട്രാൻസ്ഫർ ടു ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നതാണ് 25,000. പ്രൊപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 16,000. ഇക്വിറ്റി ഡിവിഡൻഡ് എത്രയാണ്? 45,000 ആണ്. ദെൻ അതേപോലെ CDT എത്രയാണ്? 12,539 ആണ്. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 35,000. ട്രാൻസ്ഫർ ടു ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് 35,000. ഇത്രയും ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇതിൽ നമ്മൾ ഈ ഡിവിഡൻഡ് അതേപോലെ തന്നെ CDT ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,68,539 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 lakhൽ നിന്നും 1,68,539 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 31,461 എന്ന് നമുക്ക് കിട്ടും. ഈ കിട്ടുന്ന എന്ത്? ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഫ്റ്റർ ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് 1,60,000 കിട്ടിയത്. പിന്നെ അപ്രോപ്രിയേഷൻസ് ആണ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡിവിഡൻഡിൽ കൊടുക്കുന്നതും അതേപോലെ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ 31,461 എന്ന് പറയുന്നത്. ഇതാണെന്ത്? ഇവിടെ ബാലൻസ് അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.